ഇതിൻ്റെ ഒപ്പം ചേർത്ത് പോകണം ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിശദീകരിക്കാം. നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ BJP മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം സ്വാഭാവികമായി 2025 ഈ വർഷം RSSൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് വരിക. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിൽ 100 വർഷമായിട്ട് RSS പറയുന്ന ഹിന്ദുത്വ അജണ്ട, ഹിന്ദുരാഷ്ട്രം എന്ന അവരുടെ സങ്കല്പം, അത് നടപ്പിലാക്കാനാവുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അത് ഉന്നം വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് 370 സീറ്റ് മുതൽ 430 സീറ്റ് വരെ BJPക്ക് നേടാം. അപ്പോൾ അതിനെന്താ പ്രതിരോധിക്കാനുള്ള വഴി? CPIMൻ്റെ 23ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്ന് അത് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ BJPയുടെ ഈ അപകടകരമായ ഫാസിസ്റ്റിക് രീതിയിലുള്ള കടന്നാക്രമത്തെ നമുക്കെങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക എന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ കൃത്യമായി ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അത് CPIMന് ഇന്ത്യയിലാകെയുള്ള സ്വാധീനം അടിസ്ഥാനപ്പെടുത്തിയിട്ട് BJPയെ അധികാരത്തിൽ ഒഴിവാക്കാനൊന്നും സാധിക്കുന്നതല്ല. പക്ഷെ ഒരു നിലപാട് ഞങ്ങൾ വെച്ചു. അതെന്താ? BJPയെ തോൽപ്പിക്കാനാവും. അതുവരെ BJPയെ തോൽപ്പിക്കാനാവില്ല എന്നാണ് അവരുടെ ധാരണ. 1ാമത്തെ ടേം കഴിഞ്ഞു, 2ാമത്തെ ടേം വന്നു. ഇനി BJPക്ക് അതിശക്തിയായി മുന്നോട്ടേക്ക് പോകാനുള്ള സൗകര്യമാണ് രൂപം കൊള്ളുന്നത് എന്നായിരുന്നു പൊതുവേ പ്രധാനം. അപ്പോഴാണ് CPIM പറഞ്ഞത് സാധ്യതയുണ്ട്. എങ്ങനെയാണ് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കൽ? അതിൻ്റെ വഴി എന്താണെന്ന് കണ്ടു. BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം. ആ യൂണിറ്റായി എടുക്കുന്ന സംസ്ഥാനത്തിൽ BJP വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ BJPക്കെതിരായി ഏത് മണ്ഡലം, ഏത് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ച് ഒരൈക്യപ്രസ്ഥാനം രൂപപ്പെടുത്തി BJP വിരുദ്ധ വോട്ടുകൾ ഏകോപിതമാക്കണം. ഇതാണ് CPIM മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതുകൂടി വെച്ചുകൊണ്ട് സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം നടത്തിയ വലിയ ഒരു നീക്കത്തിലൂടെയാണ് ഏറ്റവും അവസാനം ഇന്ത്യ വേദി, ഇന്ത്യ ബ്ലോക്ക് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നു. സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് പിന്നീട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യ ബ്ലോക്കിൻ്റെ ശില്പിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. അത് വെറുതെ പറഞ്ഞൊരു ഭംഗി വാക്കല്ല. കാരണം ഇങ്ങനെയൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രായോഗിക തലത്തിൽ നിതീഷാണ് ആദ്യം പുറപ്പെട്ടത്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ CPIMുമായിട്ട് ചർച്ച ചെയ്ത് ഇവരെല്ലാമായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച് ഒരു ഘട്ടം മുമ്പോട്ടേക്ക് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഈ വലിയേട്ടൻ മനോഭാവം അപ്പോഴും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ചെയർമാനായി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വരണം, ഖാർഗെ വരണം. അപ്പോൾ മനസ്സിലായി നിതീഷിന് ഇത് വേറെ കളിയാണ്. അപ്പോൾ തന്നെ, അല്ലെങ്കിൽ കാര്യമാറ്റത്തിൻ്റെ ആശാനാണ്, അപ്പോൾ തന്നെ കാര്യം മാറി നേരെ BJP ക്യാമ്പിലേക്ക് നിതീഷ് കുമാർ പോയി. അപ്പോൾ അതുവരെ വന്ന കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു ഇന്ത്യ ബ്ലോക്ക് എന്ന ഒരു പൊതുവായ വേദിക്ക് മങ്ങലേൽക്കുന്ന സാഹചര്യം വന്നപ്പോൾ അപ്പോഴും സഖാവ് സീതാറാം യെച്ചൂരിയാണ് പറഞ്ഞത് 37% വോട്ടാണ് BJPക്കുള്ളത്. 37% വോട്ട് ഇന്ത്യയിൽ. അതിൻ്റെ അർത്ഥം 63% വോട്ട് BJP വിരുദ്ധമാണ്. ഈ 37% വോട്ട് കിട്ടിയപ്പോൾ നിതീഷ് കുമാർ BJPക്കൊപ്പം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നഷ്ടമില്ല. ശരിയായൊരു ദിശാബോധത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഇനിയും BJPയെ തോൽപ്പിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. തുടർന്നാണ് കൂടി ആലോചനയെല്ലാം വന്ന് അവസാനം ഇന്ത്യ ബ്ലോക്ക് വന്ന് ഓരോ സംസ്ഥാനവുമായിട്ട് ചർച്ച തുടങ്ങി. അങ്ങനെ ഓരോ സംസ്ഥാനം നമ്മുടെ കർണാടക മുതൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ഒരു പൊതു മനസ്സ് രൂപപ്പെട്ടു.
BJP തോൽപ്പിക്കാനാവും. ഭരണഘടനയെ തകർത്ത് മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യപരമായ കാഴ്ചപ്പാടിനെയും പാർലമെന്ററി വ്യവസ്ഥയെയും എല്ലാം തകർത്ത് നമുക്കിപ്പോൾ തന്നെ അറിയുന്നത് പോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അവരുടെ കൃത്യമായ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കോടതി ഉൾപ്പെടെയുള്ള ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അതിനെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളായ ഇലക്ഷൻ കമ്മീഷൻ, CAG, CBI, IT, ED ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സ്വതന്ത്രമായി. പക്ഷേ അതെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോഴും BJP ആണ് എന്ന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് RSS ആണ്. ഇനി ഭരണഘടന മാറ്റിയാൽ മാത്രമേ ഉള്ളൂ അതിന് ഈ ഭൂരിപക്ഷം വേണം. പക്ഷേ ഇന്ത്യ ജനത താൽക്കാലികമായിട്ടെങ്കിലും ഈ ഭരണഘടന മാറ്റി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനുസ്മൃതിയിൽ ഊന്നിയ, അതാണല്ലോ ഈ സനാതനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിലൂന്നിയ ഒരു ഭരണഘടന വേണം എന്ന ധാരണയെ താൽക്കാലികമായെങ്കിലും ഇന്ത്യൻ ജനത അതിനെ പ്രതിരോധിച്ചിരിക്കുന്നു. അതുള്ളതുപോലെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. 2% വോട്ടിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 38 MP കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ചിത്രം കൊണ്ട് മാറുകയില്ല. പക്ഷേ കോൺഗ്രസ് ഫലപ്രദമായി BJP വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് ആദ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴുമില്ല, ഇപ്പോഴും സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും അവരില്ല. ഇന്നിപ്പോഴും കൃത്യമായിട്ട് ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ വാർത്ത വന്നു, ഹരിയാനയുടെ നേരത്തെ വന്നു, മഹാരാഷ്ട്രയിൽ വന്നു. എന്താ അവിടെയൊക്കെ സംഭവിച്ചത്? ഇപ്പോൾ ഡൽഹി പോലെയുള്ള തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തിൻ്റെ ഭരണം നീണ്ട 25 വർഷക്കാലത്തിന് ശേഷം വീണ്ടും അവർക്ക് ലഭിച്ചിരിക്കും. അങ്ങനെ ലഭിക്കുമ്പോൾ ആരാണ് ആ ഭരണം തടികയിൽ BJPക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസ്സാണ്. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനും അതുപോലെ തന്നെ AIP ഉൾപ്പെടെയുള്ളവർക്ക് യോജിച്ച് നിൽക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ്സാണ്. പഴയ വലിയേട്ടൻ മനോഭാവം ഇപ്പോഴും തുടരുകയാണ്. ഞങ്ങൾ മഹാമേരുവാണെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുൻ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ സീറ്റ് വട്ടപൂജ്യമാണ്. ഒരു സീറ്റും കിട്ടിയിട്ടില്ല. മനോരമക്ക് ഒരു ആശ്വാസം, 2% വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കിട്ടിയിട്ട് എന്തിനാണ് കുടുങ്ങി തിന്നാനാണ്? എന്തിനാണ് BJPയുടെ ഗവൺമെൻറ്റിനെ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമല്ലേ കോൺഗ്രസ്? ആർക്കാ അറിയാത്തത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും ഭാഗം അറിയുന്ന എല്ലാവർക്കും അറിയാം, BJPക്കെതിരായിട്ട് യോജിച്ച് മത്സരിച്ചില്ല എങ്കിൽ അവിടെ BJPക്കാണ് മുൻകൈ കിട്ടാൻ പോകുന്നത്. ഇപ്പോഴത്തെ 42%-ലധികം വോട്ട് AIPക്കുണ്ട്. അവിടെ 22 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. 44 സീറ്റ് കോൺഗ്രസിന് കിട്ടി. അവർക്ക് കിട്ടിയ സീറ്റിന് അവരുടെ ശതമാനം കൂടിയ 2%-ൻ്റെ അധികമാണ്. 6% വോട്ട് കോൺഗ്രസിനുണ്ട്. 6% വോട്ട് കോൺഗ്രസിനുണ്ട്. ആ 6% കൂടി കൂട്ടിയാൽ യഥാർത്ഥത്തിൽ ഏതാണ്ട് 50% വോട്ടാവും BJP വിരുദ്ധ വിഭാഗത്തിന്. 50% വോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ 22 മറികടന്ന് അവിടെ BJPയെ തോൽപ്പിച്ച് AIPയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റിന് അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ അഴിമതിക്കാരൻ കെജ്രിവാളാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഇതെവിടെയാണ് എത്തിച്ചത്? ഇതെത്തിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ പൂർണ്ണമായ കൃത്യമായ രീതിയിലുള്ള ഗുണഭോക്താവായി BJP മാറി. BJP കോൺഗ്രസിൻ്റെ ചെലവിൽ ആ സംസ്ഥാനത്ത് ഇപ്പോഴും അധികാരത്തിൽ വന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞത് ഒരുപാട് പഠിക്കാനുണ്ട്. എപ്പോൾ പഠിക്കാനാ? ഹരിയാന വന്നപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, പഠിക്കാനുണ്ട്. എന്ത് പഠിക്കൽ? നിങ്ങൾ ലളിതമായി പഠിക്കുക. BJPയെ തോൽപ്പിക്കണമെങ്കിൽ BJP വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമായി കൂടാ
എന്നാൽ ഞങ്ങൾ 23-ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത് എല്ലാ സംസ്ഥാനത്തിനും ബാധകമായതുപോലെ ഡൽഹിക്കും ബാധകമായിരുന്നു. പക്ഷേ ആ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ BJPയെ തളർത്താൻ അവിടെ ആയില്ല എന്നുള്ളതാണ് സംഭവം. കോൺഗ്രസിൻ്റെ ചെലവിലാണ് BJP ഒരു ഗവൺമെൻറ് തന്നെ കിട്ടി കൈകാര്യം ചെയ്യാൻ ശേഷി നേടിയത്. ഇത് നമ്മൾ ഡൽഹി കേന്ദ്രത്തിൽ കാണുന്ന ഒരു ചിത്രം.